Hello, welcome to Red Short Talks. സ്വാഗതം. ഇന്ന് നമ്മൾ നിഫ്റ്റി 50യുടെ ഒരു മണിക്കൂർ ചാർട്ടാണ് നോക്കുന്നത് അല്ലേ? ജൂലൈ 17, 2025 ഡാറ്റ വെച്ചിട്ട്. അതെ. കഴിഞ്ഞ കുറച്ചു നാളത്തെ ആ ഒരു കയറ്റത്തിന് ശേഷം വിപണി ഇപ്പൊ കുറച്ചൊരു സൈഡ് വേസ് അല്ലെങ്കിൽ താഴോട്ടുന്ന രീതിയിലാണല്ലോ. അപ്പോൾ ഈ ഒരു മണിക്കൂർ ചാർട്ട് ഇത് നമുക്ക് എന്താണ് പറഞ്ഞു തരുന്നതെന്ന് നോക്കാം. തീർച്ചയായും. ഇപ്പോ നിഫ്റ്റി ഏകദേശം 25,109 എന്ന ലെവലിലാണ് നിൽക്കുന്നത്. നമ്മൾ ഈ ചാർട്ടിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, താഴെ ഒരു പ്രധാനപ്പെട്ട സപ്പോർട്ട് സോൺ ഉണ്ട്. അതായത് വില താഴോട്ട് വരുമ്പോൾ താങ്ങായി നിൽക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ. ഓക്കെ, ഏതാണ് ആ ലെവല്? അത് ഏകദേശം 25,000 മുതൽ 24,850 വരെയുള്ള ഒരു റേഞ്ചാണ്. 25,000 എന്നുള്ളത് ഒരു സൈക്കോളജിക്കൽ ലെവൽ കൂടിയാണല്ലോ. അതെ 67,000. മുകളിലോ എവിടെയാണ് തടസ്സങ്ങൾ വരാൻ സാധ്യത? മുകളിലാണെങ്കിൽ ഒരു റെസിസ്റ്റൻസ് സോൺ, അത് ഏകദേശം 25,400 മുതൽ 27,550 വരെയുള്ള ഏരിയ ആണ്. വില മുകളിലേക്ക് പോയാൽ അവിടെ തട്ടാൻ സാധ്യതയുണ്ട്. ശരി, അപ്പൊ ഈ സോണുകൾക്കിടയിലാണ് ഇപ്പൊ കളി നടക്കുന്നത്. ഈ വിശകലനത്തിൽ RSI എന്നൊരു സൂചകത്തെക്കുറിച്ചും പറയുന്നുണ്ട്. അതെന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? അതെ, RSI അതായത് റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ്, അതിപ്പോ 39.80 ആണ്. 40 താഴെ. അതെ, 40 താഴെയാണ്. 30ലേക്ക് അടുത്തു വരുന്നു എന്ന് പറയാം. 30 താഴെ പോയാൽ നമ്മൾ ഓവർസോൾഡ് എന്ന് പറയും. അതായത് ഒരുപാട് വിൽപ്പന നടന്നു, ഇനി ഒരു തിരിച്ചുവരവിന് സാധ്യതയുണ്ടെന്ന്. അപ്പൊ ഇപ്പൊ ഓവർസോൾഡിന്റെ അടുത്താണ്, പക്ഷെ എത്തിയിട്ടില്ല. ഒരു ബെയറിഷ് സൂചനയാണോ അത്? അതെ, ഇപ്പോഴത്തെ നിലയിൽ അത് ബെയറിഷ് ആണ്. മാർക്കറ്റ് കുറച്ച് ദുർബലമാണ് എന്ന സൂചന തന്നെയാണ് അത് നൽകുന്നത്. പക്ഷെ ഈ ഓവർസോൾഡിനോട് അടുക്കുന്നത് കാരണം ഒരു ചെറിയ ബൗൺസ്, അതായത് ഒരു തിരിഞ്ഞു കയറ്റം തള്ളിക്കളയാനും പറ്റില്ല. ശരി, അപ്പൊ RSI ഒരു ചെറിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. പക്ഷേ ചാർട്ടിലെ ഈ ക്യാൻഡിലുകൾ നോക്കിയാലോ? ഈ അടുത്ത സമയത്തെ ക്യാൻഡിലുകൾ എന്താ പറയാ, താഴോട്ടുള്ള ട്രെൻഡ് അല്ലേ കാണിക്കുന്നത്? ലോവർ ഹൈകളും ലോവർ ലോകളും ഒക്കെ. വളരെ ശരിയാണ്. അതാണ് ഇവിടുത്തെ ഒരു കോൺഫ്ലിക്റ്റ്. RSI ഓവർസോൾഡിന്റെ അടുത്താണ്, പക്ഷെ പ്രൈസ് ആക്ഷൻ നോക്കുമ്പോൾ അതെ, തുടർച്ചയായി താഴ്ന്ന ഉയരങ്ങൾ, ലോവർ ഹൈസ്, താഴ്ന്ന താഴ്ചകളും ലോവർ ലോസും ഉണ്ടാക്കുന്നുണ്ട്. ഇത് നിലവിലുള്ള ഡൗൺ ട്രെൻഡിനെ ശരിക്കും ഉറപ്പിക്കുന്നു. ഓക്കെ. അതുപോലെ വില പ്രധാനപ്പെട്ട മൂവിംഗ് ആവറേജുകൾക്ക്, അതായത് EMA-കൾക്ക് താഴെയാണ് ക്ലോസ് ചെയ്യുന്നത്. അതും ഒരു നെഗറ്റീവ് സിഗ്നൽ ആണ്. അതെ. പിന്നെ ട്രേഡിംഗ് വോളിയം, അതായത് എത്രത്തോളം വ്യാപാരം നടക്കുന്നു എന്നുള്ളത് നോക്കിയാൽ അതും കുറഞ്ഞു വരുന്നതായാണ് കാണുന്നത്. വാങ്ങാൻ ആൾക്കാർക്ക് വലിയ താല്പര്യമില്ല എന്നാണോ അത് സൂചിപ്പിക്കുന്നത്? ഒരു ബുള്ളിഷ് താല്പര്യക്കുറവ് അവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നോക്കുമ്പോൾ ചിത്രം അത്ര വ്യക്തമല്ല. രണ്ട് സാധ്യതകളുണ്ട്. അതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ ആദ്യത്തെ സാധ്യത ഈ പറഞ്ഞ സപ്പോർട്ട് സോണിൽ, അതായത് 25,000, 24,850 റേഞ്ചിൽ വില പിടിച്ചു നിന്നാൽ ഒരു തിരിച്ചുവരവ് പ്രതീക്ഷിക്കാം അല്ലേ? അതെ, അതാണ് ഒന്നാമത്തെ പ്ലാൻ, ഒരു ലോങ് എൻട്രി പ്ലാൻ. 950 സോണില് വില വന്ന് സപ്പോർട്ട് എടുക്കുന്നതായി കാണുമ്പോഴാണ്. ഒരു പക്ഷേ ഒരു റീടെസ്റ്റ് കഴിഞ്ഞു തിരിയുമ്പോൾ. ഓക്കെ, ലക്ഷ്യങ്ങളോ? ആദ്യത്തെ ലക്ഷ്യം 25,250 രൂപ T1, പിന്നെ 25,300 രൂപ T2 ഒക്കെ വെക്കാം. സ്റ്റോപ്പ് ലോസ് നിർബന്ധമായും ആ സപ്പോർട്ട് സോണിന് താഴെ ഒരു 24,950 താഴെ വെക്കണം. റിസ്ക് മാനേജ് ചെയ്യണല്ലോ. ശരി, പക്ഷേ വെറുതെ ആ സോണിൽ എത്തുമ്പോ കേറി വാങ്ങാൻ പറ്റില്ലല്ലോ. എന്തെങ്കിലും ഒരു സ്ഥിരീകരണം വേണ്ടേ? തീർച്ചയായും, അതാണ് പ്രധാനം. വെറുതെ ചാടിക്കേറരുത്. ഹാമർ കാൻഡിൽ അല്ലെങ്കിൽ ഒരു ബുള്ളിഷ് എൻഗൾഫിംഗ് പാറ്റേൺ ഒക്കെ ആ സോണിൽ രൂപപ്പെടുന്നത് നോക്കണം. അതിൽ നല്ല സിഗ്നലാണ്. ഓക്കെ, പിന്നെ RSI ഡൈവർജൻസും പറഞ്ഞിരുന്നല്ലോ. അതെ, അതായത് വില പുതിയൊരു താഴ്ച ഉണ്ടാക്കുന്നു, പക്ഷെ അതേസമയം RSI താഴോട്ട് പോകാതെ കുറച്ചുകൂടി ഉയർന്ന ഒരു താഴ്ച, ഹയർ ലോ കാണിക്കുന്നു. ഇതിനെ ബുള്ളിഷ് ഡൈവേർജൻസ് എന്ന് പറയും. ഇതൊരു തിരിച്ചുവരവിന്റെ നല്ല സൂചനയാണ്. മനസ്സിലായി. ഇനി രണ്ടാമത്തെ സാധ്യത, ഈ പറഞ്ഞ സപ്പോർട്ട് സോൺ 25,000 രൂപ, അത് ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോയാലോ? അതാണ് രണ്ടാമത്തെ പ്ലാൻ, ഒരു ഷോർട്ട് എൻട്രി പ്ലാൻ. 25,000 നിലവാരം ശക്തമായി താഴേക്ക് ബ്രേക്ക് ചെയ്താൽ ഒരു ഷോർട്ട് സെല്ലിംഗ് അവസരമുണ്ടാകാം. അതിന്റെ എൻട്രിയും ടാർഗറ്റുകളും എങ്ങനെയാണ്? എൻട്രി 25,000 രൂപയ്ക്ക് താഴെ, ആ ബ്രേക്ക് ഡൗൺ ഉറപ്പിച്ച ശേഷം. ടാർഗറ്റുകൾ 24,857 T1, പിന്നെ ഒരു പക്ഷേ 24,743 T2 വരെയും ആകാം. സ്റ്റോപ്പ് ലോസ്? സ്റ്റോപ്പ് ലോസ് ആ ബ്രേക്ക് ഡൗൺ ഉണ്ടാക്കിയ കാൻഡിലിന്റെ ഹൈക്ക് മുകളിലായിട്ട് ഏകദേശം 25,050 റേഞ്ചിൽ വെക്കാം. ഇതിനും സ്ഥിരീകരണം വേണമല്ലോ അല്ലേ? ഉറപ്പായും.
നല്ല ശക്തിയുള്ള ഒരു ബെയറിഷ് കാൻഡിൽ, വലിയ റെഡ് കാൻഡിൽ വേണം ആ ബ്രേക്ക് ഡൗണിന്. അതോടൊപ്പം വോളിയം കൂടുന്നുണ്ടോ എന്നും നോക്കണം. പിന്നെ RSI 35 താഴേക്ക് പോവുകയാണെങ്കിൽ അതും ഒരു നല്ല സ്ഥിരീകരണമാണ്. ഓക്കേ, അപ്പൊ രണ്ട് പ്ലാനും വ്യക്തമാണ്. ഈ RSI ഡൈവർജൻസ് തിരിച്ചും സംഭവിക്കാമല്ലോ അല്ലെ? വില മുകളിലേക്ക് പോകുമ്പോൾ RSI താഴോട്ട് വന്നാൽ? അതെ, തീർച്ചയായും. അതിനെ ബെയറിഷ് ഡൈവേർജൻസ് എന്ന് പറയും. വില പുതിയ ഉയരങ്ങൾ ഉണ്ടാക്കുന്നു, പക്ഷെ RSI ഉയർന്ന ഹൈ ഉണ്ടാക്കാതെ താഴോട്ട് വരുന്നു, ലോവർ ഹൈ. അതൊരു മുന്നറിയിപ്പാണ്, ഒരുപക്ഷെ വില താഴോട്ട് വരാൻ സാധ്യതയുണ്ടെന്ന്. ശരി ശരി. അപ്പോ ചുരുക്കി പറഞ്ഞാൽ ഈ 1 മണിക്കൂർ ചാർട്ട് വെച്ച് നോക്കുമ്പോൾ നിഫ്റ്റി ഒരു കവലയിൽ നിൽക്കുകയാണെന്ന് പറയാം. ഒന്നുകിൽ ഈ സപ്പോർട്ടിൽ നിന്ന് തിരികെ കയറാം, അല്ലെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോകാം. അതെ, കൃത്യമായി പറഞ്ഞാൽ അതാണ് അവസ്ഥ. ഈ രണ്ട് സാധ്യതകളാണ് ഈ വിശകലനം മുന്നോട്ട് വെക്കുന്നത്. ട്രേഡർമാർ അവരുടെ റിസ്ക് എടുക്കാനുള്ള കഴിവും സ്ഥിരീകരണങ്ങളും അനുസരിച്ച് ഈ പ്ലാനുകൾ ഉപയോഗിക്കാം. ഏറ്റവും പ്രധാനം, ഇത് വെറുമൊരു സാങ്കേതിക വിശകലനം മാത്രമാണ്. ഇതൊരു ട്രേഡിംഗ് ഉപദേശമല്ല. തീരുമാനങ്ങൾ എടുക്കുന്നതിനു മുൻപ് സ്വന്തമായി വിശകലനം ചെയ്യുകയും റിസ്ക് മാനേജ്മെന്റ് കൃത്യമായി പാലിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. വളരെ ശരിയാണ്. ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാം. ഈ 1 മണിക്കൂർ ചാർട്ടിലെ വിശകലനം നമ്മൾ നോക്കുമ്പോൾ ഡെയിലി ചാർട്ട്, വീക്ക്ലി ചാർട്ട് പോലുള്ള വലിയ ടൈം ഫ്രെയിമുകളിൽ എന്താണ് ചിത്രമെന്നും കൂടി ഒന്ന് നോക്കുന്നത് നന്നായിരിക്കും. വലിയ ട്രെൻഡിനനുസരിച്ചാണോ ഈ ചെറിയ നീക്കങ്ങൾ? നല്ല പോയിന്റാണ്. ഈ ഹ്രസ്വകാല വിശകലനത്തെ വലിയ ചിത്രവുമായി ബന്ധിപ്പിക്കണം. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. പിന്നെ ഒരു അവസാന ചിന്തയായിട്ട്, ഈ ടെക്നിക്കൽ കാര്യങ്ങൾ കൂടാതെ പുറമേ നിന്നുള്ള വാർത്തകൾ, എന്തെങ്കിലും പ്രധാനപ്പെട്ട സാമ്പത്തിക ഡാറ്റകളൊക്കെ ഈ പറഞ്ഞ സപ്പോർട്ട്, റെസിസ്റ്റൻസ് ലെവലുകളെ എങ്ങനെ സ്വാധീനിക്കുമെന്നും കൂടി ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. മാർക്കറ്റ് പല ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നുണ്ടല്ലോ.